ഹായ് സ്റ്റുഡൻസ്, ഓപ്പണിംഗ് എൻട്രി എന്താണെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. എല്ലാ ബിസിനസ് എൻ്റർപ്രൈസും അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്നത് അറ്റ് ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ ആണ്. അങ്ങനെ ക്ലോസ് ചെയ്യുമ്പം നോമിനൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ്. അതായത് എക്സ്പെൻസസ്, ലോസസ്, ഇൻകം ആൻഡ് ഗെയിൻസ് അതൊക്കെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യും. അങ്ങനെ ക്ലോസ് ചെയ്യുമ്പം അതിന് ക്ലോസിങ് എൻട്രി എന്നാണ് പറയുക. ആ ക്ലോസിങ് എൻട്രി എന്താണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. ഡൗട്ടുള്ളവർക്ക് അതിലേക്ക് നോക്കാം. പിന്നെ പേഴ്സണൽ ആൻഡ് റിയൽ അക്കൗണ്ട്, അതായത് അസറ്റ്സും ലാബിലിറ്റീസും ക്യാപിറ്റലും ക്ലോസ് ചെയ്യുന്നില്ല, പകരം അതിൻ്റെ ബാലൻസ് നെക്സ്റ്റ് ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുക ചെയ്യുന്നത്. നെക്സ്റ്റ് ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുമ്പം നെക്സ്റ്റ് ഇയറിൽ ആ ബാലൻസ് ആയിരിക്കും ഓപ്പണിംഗ് ആയിട്ട് വരുന്നത്, പ്രീവിയസ് ഇയറിലുള്ള ക്ലോസിംഗ് ബാലൻസ്. അത് വെച്ചിട്ട്, അതായത് പ്രീവിയസ് ഇയറിലുള്ള ക്ലോസിംഗ് ബാലൻസ് വെച്ചിട്ട് നെക്സ്റ്റ് ഇയറിൽ എഴുതുന്ന എൻട്രി ആണ്. അതായത് മറ്റുള്ള ജേണൽ എൻട്രി എഴുതുന്നതിന് മുന്നേ ഈ ബാലൻസ് വെച്ചിട്ടൊരു ജേണൽ എൻട്രി എഴുതണം. അതിനാണ് ഞങ്ങൾ ഓപ്പണിംഗ് എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓപ്പണിംഗ് എൻട്രി എഴുതണമെങ്കിൽ അതിനുള്ള ബാലൻസ് ഷീറ്റിൽ നിന്ന് കിട്ടും, പ്രീവിയസ് ഇയറുള്ള ബാലൻസ് ഷീറ്റിൽ. കാരണം ഇതിൻ്റെയൊക്കെ ബാലൻസ് ഷീറ്റിൽ കാണിക്കും. പേഴ്സണൽ അക്കൗണ്ടിൻ്റെതും റിയൽ അക്കൗണ്ടിൻ്റെയും ബാലൻസ് ഷീറ്റിലാണ് കാണിക്കുക. അത് വെച്ചിട്ടാണ് ഓപ്പണിംഗ് എൻട്രി എഴുതുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. ഇവിടെ ഒരു ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ബാലൻസ് ഷീറ്റ് അസറ്റ് 31 മാർച്ച് 2021 ബാലൻസ് ഷീറ്റ് മാർച്ച് 31. അപ്പോൾ ഈ ബാലൻസ് ഷീറ്റ് വെച്ചിട്ട് ഓപ്പണിംഗ് എൻട്രി എഴുതുമ്പം ആ ഓപ്പണിംഗ് എൻട്രിൻ്റെ ഡേറ്റ് ശ്രദ്ധിക്കണം. ഇത് 31 മാർച്ച് ആണെങ്കിൽ 1 ഏപ്രിൽ 2021 ഓപ്പണിംഗ് എൻട്രി എഴുതുക. കാരണം ഇത് അസറ്റ്സ് ആൻഡ് പേഴ്സണൽ അക്കൗണ്ടിൻ്റെതും റിയൽ അക്കൗണ്ടിൻ്റെതും ബാലൻസ് ആണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് എഴുതുക നോക്കാം. അപ്പോൾ ഓപ്പണിംഗ് എൻട്രി എഴുതുമ്പോൾ ഡേറ്റ്, പാർട്ടിക്കുലേഴ്സ്, LF, ഡെബിറ്റ്, ക്രെഡിറ്റ് സാധാരണ ജേണൽ എൻട്രി എഴുതുമ്പോൾ തുടങ്ങുക. എന്നിട്ട് അസറ്റ് സൈഡിലുള്ള എല്ലാ ഐറ്റംസും ഡെബിറ്റ് ചെയ്യുക. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ, സൺഡേ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ, സ്റ്റോക്ക് അക്കൗണ്ട് ഡെപ്റ്റർ, മെഷീനറി ആൻഡ് എക്യുപ്മെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ, അതായത് ഇത് ഫുൾ എടുത്ത് വിടാം. ദെൻ ലാബിലിറ്റീസ് ഉള്ളത് ക്രെഡിറ്റ് ചെയ്യുക. ടു സൺട്രി ക്രെഡിറ്റേഴ്സ്, ടു ക്യാപിറ്റൽ. ഇതാണ് ഓപ്പണിംഗ് എൻട്രി ആയിട്ട് എഴുതുന്നത്. പ്രീവിയസ് ഇയറിലുള്ള ബാലൻസ് ഷീറ്റിൽ വരുന്ന ബാലൻസസ് വെച്ചിട്ട് നെക്സ്റ്റ് ഇയറിൽ ജേണൽ എൻട്രി എഴുതുമ്പം അതിനെ ഞങ്ങൾ ഓപ്പണിംഗ് എൻട്രി എന്നാണ് പറയുക. അപ്പം വീഡിയോ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.